ഒന്നും പറയണ്ട മക്കളെ, നാട്ടിലിപ്പം പനിയുടെ സീസണാണ്. കൊച്ചിനും വലുതിനും ചെറുതിനും എല്ലാത്തിനും പനിയാണ്. മോക്ക് ഇളയൊക്ക് ചെറിയൊരു പനിയുണ്ട്. അങ്ങനെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം ഡോക്ടറെ കാണാൻ വേണ്ടി ടോക്കൺ എടുക്കണം. ആ ടോക്കൺ തന്നെ 400 രൂപയാണ്. അതായത് ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മരുന്ന് എല്ലാം കൂടെ ആകുമ്പം 2000 2500 രൂപ. പിന്നെ ഈ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിന് ചെറിയ പനിയോ ചൂടോ ഉണ്ടാവും. പിന്നെ എന്തോ ടെലസ്കോപ്പോ മറ്റേ എടുത്ത് വയ്ക്കും. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും എഴുതാൻ വേണ്ടിയിട്ട്. ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, ഈ മറ്റേ ടെസ്റ്റ്. വല്ലാത്തൊരവസ്ഥയാണല്ലേ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ മത്തി പെരുകണ കണക്കാണ്, മത്തി പെറ്റി പെരുകുന്ന കണക്കാണ് ഹോസ്പിറ്റലുകൾ. മുക്കിന് ഹോസ്പിറ്റലുകളാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനത്തെ ഹോസ്പിറ്റലുകളോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ലല്ലേ. സത്യം പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ എത്ര തവണ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും ഒരു പനിക്ക്. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉമ്മ എന്തെങ്കിലും ഒരു മരുന്ന് കലക്കി തരും. ആ പനി ഒരു വെളിയിൽ പോയി 2 കളിയൊക്കെ കളിച്ചിട്ട് വരുമ്പോഴേക്കും അതങ്ങോട്ട് മാറില്ലേ. എൻ്റെ ഓർമ്മയിൽ എനിക്ക് എന്തോ ഒരു മഞ്ഞപ്പിത്തം വന്ന സമയത്ത് ഞാനെന്തോ ഒരു പഥ്യം എടുത്തു. അതും ഒരു പച്ച മരുന്നൊരു അമ്മുമ്മ ഒരു വീട്ടിൽ പോയിട്ട് അത് തന്നത് കുടിച്ചിട്ട് ഒരു ദിവസം ഉപ്പിടാത്ത ആഹാരം കഴിച്ചിട്ട് വീട്ടിൽ കിടന്നു. അത്രയേ ഉള്ളൂ. അന്ന് അമ്മക്ക് ആ പരിപാടിയൊക്കെ മാറിപ്പോയി. ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ കുട്ടികൾക്ക് ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ പണിയാണ്. കാരണം ഇവിടുത്തെ ആഹാരവും അങ്ങനത്തെ ഇതാണ്. കുട്ടികൾ തിന്നുന്നത് ലൈസ്, മറ്റേ ബിങ്കോ കിങ്കോ അങ്ങനത്തെ സാധനങ്ങളാണ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്. ചോക്ലേറ്റ് മറ്റേ മറിച്ച ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എൻ്റെ മക്കളാണെങ്കിലും നിങ്ങളുടെ മക്കളാണെങ്കിലും ഇതൊക്കെ തന്നെയാണ്. ഇതാണ് അവസ്ഥ. ഹോസ്പിറ്റലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ പ്രമാണം പണയം വെക്കേണ്ടി വരും. അപ്പോൾ ചോദിക്കും എന്തേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിക്കൂടെ എന്ന്. എല്ലാം കണക്ക് തന്നെ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഡോക്ടറും തുണ്ട് തരുന്നത് മറ്റിടത്ത് പോയി സ്കാൻ ചെയ്യും, അവിടെ സ്കാൻ ചെയ്യും. ഇവർക്ക് കമ്മീഷനാണല്ലോ. സാധാരണക്കാരുടെ പെട്ടി കീറും, അല്ലാണ്ട് എന്ത് പറയാനാണ്. പണ്ട് ഈ പനി ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശ പോലെയാണ്. ഇന്ന് ഈ പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഹോസ്പിറ്റലിലെ തിരക്ക് തിയേറ്ററിൽ പോലും ഇല്ല, അമ്മാതിരി തിരക്കാണ്. പണ്ട് ഞാൻ ഈ തിരക്കൊക്കെ കണ്ടിട്ടുള്ള തിയേറ്ററില്ല, പക്ഷേ ഇപ്പം തിരക്ക് ഹോസ്പിറ്റലിൽ ഫുള്ളാണ്. ഒന്നും പറയാനില്ല മക്കളെ, പട്ടി പറഞ്ഞ കണക്കാണ്.